പ്രൈസ് ദി ലോർഡ്. പൗളിൻ ലേഖന പഠന പരമ്പരയുടെ അവസാനത്തെ എപ്പിസോഡിലേക്ക് നാം ആയിരിക്കുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ ഫിലമോന് എഴുതിയ ലേഖനമാണ് ഇന്ന് നാം പഠിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ലോക ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു പുസ്തകമാണ് വിശുദ്ധ പൗലോസ്ലീഹ ഫിലമോൻ എഴുതിയ ലേഖനം. ഒരേ ഒരു അധ്യായമേ ഉള്ളൂ എങ്കിലും ഈ അധ്യായം ലോകത്തെ തന്നെ മാറ്റിമറിച്ചു. കാരണം അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് വിശുദ്ധ പൗലോസ്ലീഹ ഫിലമോന് എഴുതുന്ന ഈ കത്ത്. പ്രത്യേകിച്ച് അടിമത്തം നിലനിൽക്കുന്ന കാലഘട്ടം. എബ്രഹാം ലിങ്കൻ അമേരിക്കയിൽ ഒരു വിപ്ലവം നടത്തിയപ്പോൾ അതിനുവേണ്ടി അവർ ഉപയോഗിച്ചത് ബൈബിളാണ്. ബൈബിളിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അടിമത്തം നിരോധിക്കുവാൻ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് തീരുമാനമെടുത്തത്. അത് ലോകത്ത് തന്നെ ഒരു വിപ്ലവമായിരുന്നു. എന്താണ് ഈ അടിമത്തം? ഇന്ന് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കൂലി വേലയ്ക്ക് ആളെ കിട്ടാനുണ്ട്. അവർ കൂലിക്ക് ജോലി ചെയ്യുകയും കൂലി വേല വാങ്ങി അവർ അന്നത്തെ ബന്ധം, അതായത് ആരാണോ ജോലി തന്നത് അവരുമായുള്ള ബന്ധം അന്നേക്കത് അവസാനിപ്പിക്കുകയും ചെയ്യും. എന്നാൽ കുറച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ, ഈവൻ നമ്മുടെ നാട്ടിലൊക്കെയാണെങ്കിൽ ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ ഒരു ജന്മിക്ക് കുറേയധികം അടിമകളാണ് ഉണ്ടായിരുന്നത്. ഇതുപോലെ കൂലി വ്യവസ്ഥയൊന്നുമില്ല. അവർ പണിയെടുക്കുന്നു, പണിയെടുത്തിട്ട് ആ പണി ചെയ്ത ലഭിക്കുന്ന അവരുടെ സമ്പാദ്യം അല്ലെങ്കിൽ നെല്ല്, കൃഷി ഉൽപ്പന്നങ്ങൾ ഇവയെല്ലാം ജന്മിക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. ജന്മി അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കുന്നു. ഇങ്ങനൊരു സമ്പ്രദായമാണല്ലോ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നത്. അപ്പോൾ ഈ ഒരു വ്യവസ്ഥിതിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആർക്കും സാധ്യമല്ല. കാരണം ഓരോ ദേശം ഓരോ ജന്മിയുടെ കീഴിലായിരിക്കും. അവർക്കാകെ ചെയ്യാൻ കഴിയുന്ന ഒരു ജോലി എന്ന് പറയുന്നത് കൃഷിപ്പണിയായിരിക്കും. ഇവിടെയാണ് ഓരോ ജന്മിക്ക് കീഴിലുള്ള അടിമകൾ എന്ന നിലയിൽ അവർ ജീവിതം പുലർത്തിപ്പോകുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ ഫിലമോൻ എഴുതിയ ലേഖനത്തിലെ ഫിലമോന്റെ ഒരു അടിമയാണ് ഒനേസിമുസ്. ഈ ഒനേസിമുസ് ഫിലമോനെ സംബന്ധിച്ചിടത്തോളം ഭാരമേറിയ ഒരു അടിമയാണ്. കാരണം ഫിലമോനും ഒനേസിമുസും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയില്ല. ഒനേസിമുസ് പലപ്പോഴും ഫിലമോനെ ചതിക്കും. അപ്പോൾ ഫിലമോൻ ഒനേസിമുസിനെ പീഡിപ്പിക്കും. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കെ ഒനേസിമുസ് ഫിലമോന്റെ പക്കൽ നിന്ന് ഓടി രക്ഷപ്പെട്ടപ്പോൾ ഈ ഒരു അടിമയെ കണ്ടുപിടിക്കാൻ വേണ്ടി ഫിലമോൻ തന്റെ മുഴുവൻ ശക്തി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ വിശുദ്ധ പൗലോസ്ലീഹ ജയിലിലായിരിക്കുമ്പോൾ കൂടെ ഒനേസിമുസിനെയും കയ്യിൽ കിട്ടി. പൗലോസ്ലീഹയുടെ സുവിശേഷം കേട്ടുകൊണ്ട് ഒനേസിമുസ് മാനസാന്തരപ്പെട്ടു. അവിടെ മുതൽ ഒനേസിമുസ് പൗലോസ്ലീഹയുടെ അടുത്ത ശിഷ്യനാവുകയും ശുശ്രൂഷകനാവുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ ഫിലമോൻ ഒരു കത്തെഴുതുകയാണ്. അതിന്റെ ഉദ്ദേശം ഇതാണ്: ഒനേസിമുസ് നിന്റെ അരിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു. എന്നാൽ അവനെ ഞാനിവിടെ കണ്ടുമുട്ടിയിരിക്കുന്നു. അവൻ എനിക്ക് വളരെയധികം ഉപകാരപ്രദമുള്ള വ്യക്തിയാണ്. എന്നാൽ നിന്റെ അടിമയാണ് അവൻ. അതുകൊണ്ട് ഞാൻ ഇവനെ നിന്റെ അരികിലേക്ക് മടക്കി അയക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അവന് നീ അടിമയെന്ന വണ്ണമല്ല, സഹോദരനെ പോലെ കാണണം. അവൻ എനിക്ക് സഹോദര തുല്യനാണ്. അതുകൊണ്ട് ഇനി അടിമയെ നീ കാണുമ്പോൾ സഹോദരനെ പോലെ കാണണം. അവൻ എന്തെങ്കിലും നിന്നിൽ നിന്ന് തട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നിനക്ക് വീട്ടിൽ തന്നുകൊള്ളാം. ഇനി ശ്രദ്ധിക്കണേ, അതിന് തുടർന്ന് പൗലോസ്ലീഹ പറയാണ്, നിനക്കറിയാമല്ലോ നീ മുഴുവനായും എനിക്ക് കടപ്പെട്ടവനാണ്. ഇതാണ് പൗലോസ്ലീഹ ഒനേസിമുസിനെ കുറിച്ച് ഫിലമോൻ എഴുതിയ കത്ത്. തീർച്ചയായും നമുക്കറിയാം, പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഇവൻ എനിക്ക് വളരെ ഉപകാരപ്രദമാണ്, ഇവൻ എൻ്റെ കൂടെ നിർത്തണമെന്നാണ് എനിക്ക് ആഗ്രഹം. എങ്കിലും നിന്റെ കീഴിലുള്ള അടിമയായതുകൊണ്ട് ഞാൻ തിരിച്ചയക്കുകയാണ്. നിനക്ക് ഉചിതമായി ചെയ്യാമല്ലോ. അതായത് പൗലോസ്ലീഹയുടെ ശുശ്രൂഷയിൽ സഹായിക്കുന്നതിന് വേണ്ടി ഒനേസിമുസ് എന്ന വ്യക്തിയെ തിരിച്ചു കിട്ടണമെന്നുള്ള വ്യംഗ്യാർത്ഥത്തിലാണ് ഈ ലേഖനം അവസാനിപ്പിക്കുന്നത്. ഇത്ര മനോഹരമായി അടിമയെ സഹോദര തുല്യനായി സ്വീകരിച്ചുകൊണ്ട്, എന്നാൽ ഉടമയുടെ അധികാരത്തിന് പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് തന്നെ, നീ എനിക്ക് കടപ്പെട്ടവനാണല്ലോ എന്നുള്ള ധ്വനി വെച്ച് സംസാരിച്ചുകൊണ്ട് തന്നെ പൗലോസ്ലീഹ ഒനേസിമുസിന് വേണ്ടി
വാദിക്കുന്ന ലേഖനഭാഗമാണ് പൗലോസ് ഫിലമോന് എഴുതിയ ലേഖനം. ഈ ലേഖനത്തിൽ പ്രധാനപ്പെട്ട വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണമേ, ഈ കാലഘട്ടങ്ങളിലേക്ക് പ്രത്യേകിച്ച് അടിമത്തം ക്രിസ്ത്യാനികൾ ചെയ്യുന്ന കാര്യമാണെന്നും യൂറോപ്യൻസ് അടിമകളാക്കി ആഫ്രിക്കക്കാരെ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്രിസ്തുമതത്തെ തേജോവധം ചെയ്യുന്നത് കേൾക്കുമ്പോൾ ആരും തല കുമ്പിട്ട് നിൽക്കരുത്. കാരണം ഈ ഒരു ലേഖനമാണ് അടിമകളെ സ്വതന്ത്രരാക്കിയ ലേഖനമെന്നും സകലരും ദൈവത്തിന്റെ മക്കളാണെന്നും സഹോദരനാണെന്നുള്ള വ്യക്തമായൊരു ബോധ്യം ഫിലമോന് നൽകിക്കൊണ്ട് പൗലോസിന് എഴുതിയിരിക്കുന്ന ലേഖനമാണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കണം. ഇതിൽ പ്രധാനപ്പെട്ട വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. 11-ാമത്തെ വാക്യം, മുമ്പ് അവൻ നിനക്ക് പ്രയോജനരഹിതനായിരുന്നു, ഇപ്പോഴാകട്ടെ അവൻ നിനക്കും എനിക്കും പ്രയോജനമുള്ളവനാണ്. അവനെ നിന്റെ അടുത്തേക്ക് ഞാൻ തിരിച്ചയക്കുന്നു, എൻ്റെ ഹൃദയം തന്നെയാണ് ഞാൻ അയക്കുന്നത്. സുവിശേഷത്തെ പ്രതിയുള്ള എൻ്റെ ബന്ധിത അവസ്ഥയിൽ നിനക്ക് വേണ്ടി എന്നെ ശുശ്രൂഷിക്കുവാൻ ഞാൻ അവനെ സന്തോഷപൂർവ്വം എന്നോടൊപ്പം നിർത്തുമായിരുന്നു. നിന്റെ ഔദാര്യം നിർബന്ധത്തിലാകാതെ സ്വതന്ത്ര മനസ്സിലാകുന്നതിനാണ് നിന്റെ സമ്മതം കൂടാതെ ഒന്നും ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കാത്തത്. അല്പകാലത്തേക്ക് അവൻ നിന്നിൽ നിന്ന് വേർപിരിഞ്ഞത് ഒരുപക്ഷെ നിത്യമായി അവനെ നിനക്ക് തിരിച്ചു കിട്ടുന്നതിനായിരിക്കാം. ഇനിയൊരു ദാസനായിട്ടല്ല, അതിനുപരി ലൗകികമായും കർത്താവിനും എനിക്കും അതിലേറെ നിനക്കും പ്രിയപ്പെട്ടൊരു സഹോദരനെ ആയി അവനെ ലഭിച്ചിരിക്കുന്നു. എത്ര മനോഹരമായ വാക്യങ്ങളാണ് പറയുന്നത്. പൗലോസ് പറയണ എൻ്റെ ഹൃദയമാണ് ഞാൻ കൊടുത്തയക്കുന്നത്. ഒനേസിമസിനെ പറ്റി പറയുന്നതാ. അവൻ നിനക്ക് പ്രയോജനരഹിതനായിരുന്നു, ഇപ്പോൾ എനിക്കും പ്രയോജനമാണ്, അവനും ഫിലമോനും പ്രയോജനമാണ്. സുവിശേഷത്തെ പ്രതിയുള്ള എൻ്റെ ബന്ധിതാവസ്ഥയിൽ അവനെ ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി സന്തോഷപൂർവ്വം നിർത്തുമായിരുന്നു. നിന്റെ ഔദാര്യം നിർബന്ധത്തിലാകാതെ സ്വതന്ത്ര മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞയക്കുന്നത്. അതായത് ഞാൻ ബന്ധിതാവസ്ഥയിലാണ്, സുവിശേഷത്തെ പ്രതി എനിക്ക് ശുശ്രൂഷിക്കാൻ അവനെ വേണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അവനെ നിന്റെ ഇടയിലേക്ക് അയക്കുന്നത് നിന്റെ ഔദാര്യത്താൽ, അതായത് ഞാൻ നിർബന്ധിച്ച് നിന്ന് അവനെ പിടിച്ചെടുത്തു എന്ന് നിനക്ക് തോന്നാതിരിക്കാൻ, നിന്റെ സ്വതന്ത്ര മനസ്സോടെ നീ വിട്ടു തരികയാണെങ്കിൽ മാത്രമേ ഞാൻ സ്വീകരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് ഒനേസിമൂസിനെ, അതായത് വീട്ടിൽ നിന്ന് ഓടിപ്പോയവനെ പൗലോസ് നേരിട്ട് തിരിച്ചയക്കുകയാണ് ഈ കത്തിനാൽ. 18-ാമത്തെ വാക്യം ശ്രദ്ധിക്കാം. അവൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്യുകയോ എന്തെങ്കിലും നിനക്ക് തരാൻ ഉണ്ടായിരിക്കുകയോ ചെയ്താൽ അതെല്ലാം എൻ്റെ പേരിൽ കണക്കാക്കിക്കൊള്ളുക. പൗലോസ് പറയുക, ഒനേസിമൂസ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൗലോസ് ചെയ്തതായി കണക്കാക്കിക്കൊള്ളുക. എന്നാൽ നീ തന്നെയും മുഴുവനായി എനിക്ക് കടപ്പെട്ടിരിക്കുന്ന കാര്യം ഞാൻ എടുത്തു പറയുന്നില്ല. പൗലോസ് ഫിലമോനോട് പറയുകയാണ്, എന്നാൽ ഫിലമോനെ, നീ എൻ്റെ പേരിൽ കണക്ക് വയ്ക്കുമ്പോഴൊന്ന് ആലോചിക്കുക, നീ തന്നെ മുഴുവനുമായും എനിക്ക് കടപ്പെട്ടവനാണല്ലോ എന്ന് പൗലോസ് പറയുക. 22-ാമത്തെ വാക്യം, മറ്റൊരു കാര്യം കൂടി, എനിക്ക് നീ താമസ സൗകര്യം ഒരുക്കി തരണം, എന്നാൽ നിന്റെ പ്രാർത്ഥനകൾ മൂലം ദൈവം എന്നെ നിന്റെ അടുക്കൽ എത്തിക്കുമെന്നാണ് എൻ്റെ പ്രത്യാശ. പൗലോസ് പറയുകയാണ്, ഞാൻ നിന്നെ കാണാൻ വരുമ്പോൾ എനിക്കൊരു താമസ സ്ഥലം കൂടി ഒരുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖനത്തെ അവസാനിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രത്യേകമായി നമ്മൾ ആർക്കെങ്കിലും ജോലി കൊടുക്കുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് കോൺട്രാക്ടർമാർ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പനിയുടെ ഉടമകൾ ആണെങ്കിൽ, അവർ അവരുടെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ അവരുടെ സഹപ്രവർത്തകരോട് എപ്രകാരം പറയാൻ ആഗ്രഹിക്കുക, പഴയ കാലത്ത് അതിന് അടിമകൾ എന്നാ പറയുക, അവരുടെ ജോലിക്കാരോട് ഏറ്റവും അധികം സഹോദര മനോഭാവത്തോടെ കാണണമെന്നുള്ള വസ്തുത പൗലോസ് ഫിലമോൻ എഴുതിയ കത്തിലൂടെ പറയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, പൗളിയൻ ലേഖന പഠന പരമ്പര ഈ നോമ്പുകാലത്ത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം മുതൽ ഫിലമോൻ എഴുതിയ ലേഖനം വരെ 13 ലേഖനങ്ങൾ 2 അധ്യായം വീതം നാം പഠിക്കുകയായിരുന്നു. പലർക്കും ഉപകാരപ്രദമായ കാര്യങ്ങളായിരുന്നു ദൈവകൃപയാൽ പറയാൻ സാധിച്ചത്. ബൈബിൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ജൈനീസ് മീഡിയയുടെ പൗളിയൻ ലേഖന പഠന പരമ്പര പഠിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.